ഏതായാലും അസ്റഖ് ഹദീസിലും കാണാം, ചരിത്രത്തിലും കാണാം ഇങ്ങനെ അസ്റഖ് എന്നുള്ള പ്രയോഗം. അസ്റഖ് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് സുർഖ്. സുർഖ് സുർഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നീല കളറുള്ളവർ. വനഹ്ഷുറുൽ മുജ്രിമീൻ, കുറ്റവാളികളെ നാം ഹഷർ ചെയ്യും, വിചാരണയുടെ വേദിയിലേക്ക് അവരെ നാം തെളിച്ച് ഒരുമിച്ച് കൂട്ടും. യൗമൈദീൻ, ആ ദിവസം സുർഖൻ, അവർ നീലവർണ്ണമുള്ളവരായി. അതിൽ തഫ്സീറുകളിൽ ഈ സുർഖൻ എന്ന് പറഞ്ഞത് അവർ ശരീരമാസകലം നീലയായിരിക്കുമോ, അതല്ല അവരുടെ മുഖം നീലയായിരിക്കുമോ? അല്ലാഹു കാക്കട്ടെ, നഅൂദുബില്ലാ. അവരുടെ മുഖം മാത്രം നീലയായിരിക്കുമോ? അതല്ല, അവർക്ക് അന്ധത ബാധിച്ചതിനാൽ അവരുടെ കണ്ണ് നീലയായതാണോ? അവർക്ക് അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മ മഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറ. അതായത് വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ എന്നാണ്. നീല കളറുള്ളവരായി, വർണ്ണമുള്ളവരായി ആ ദിവസം മുജ്രിമീങ്ങളെ നാം ഒരുമിച്ച് കൂട്ടുമെന്നാണ്. അത് ഒരവസ്ഥയാണ്. ചിലപ്പോൾ ചില അവസ്ഥകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം, അന്ത്യനാളിലേക്ക് ഒരുമിച്ച് കൂട്ടൽ എങ്ങനെയാണ്? അലാ വുജൂഹിഹിം എന്നാണ്. അവരുടെ മുഖം കുത്തിയാണ്, കാലുകൊണ്ട് നടന്നിട്ടല്ല വരിക, പിന്നെയോ മുഖം കുത്തിയാണ് വരിക എന്നാണ്. അല്ലാഹു കാക്കട്ടെ. അലാ വുജൂഹിഹിം അതെങ്ങനെ? അതാണ് ഉമ്യൻ വബുക്മൻ വസുമ്മ. ഉമ്യൻ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്, കണ്ണ് കാണാത്തവരായി. ബുക്മൻ എന്ന് പറഞ്ഞാൽ മിണ്ടാത്തവരായി. വസുമ്മ സുമ എന്ന് പറഞ്ഞാൽ ബധിരരായി. മഅവാഹും ജഹന്നം, അവരുടെ മഅവ നരകമാകുന്നു. കുല്ലമാ ഖബത്, നരകത്തി അടങ്ങുമ്പോഴൊക്കെയും സിദ്നാഹും സഈറ എന്നാണ്, തീജ്വാലകളെ നാം ഏറ്റി കൊടുക്കും എന്നാണ്. അല്ലാഹു കാക്കട്ടെ. ഓരോ അവസ്ഥകളാണ്. ചിലയിടത്ത് സംസാരിക്കാൻ പറ്റൂല, അവരെന്താണ്, അവർ ബുക്കുമായിരിക്കും എന്നാണ്. ആ ബുക്കം അല്ലെങ്കിൽ ബുക്കും. ചിലയിടത്ത് അങ്ങനെ, ചിലയിടത്ത് സംസാരിക്കും. അതൊക്കെ ഓരോ അവസ്ഥകളിലാണ്. ആ അന്ധത ഉയർത്തെഴുന്നേൽക്കുന്ന സമയം ഈ കുറ്റവാളികൾക്ക് നൽകുമ്പോൾ അന്ധത ബാധിച്ചവർക്കുണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന നീലിമ, കണ്ണ് അവരുടേത് ആ നീല നിറത്തിലാവുക എന്നുള്ള അതാണോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കുറ്റവാളികൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന് പല രൂപങ്ങളുണ്ട്, പല കോലങ്ങളുണ്ട്. അന്ത്യനാളിന് പല അവസ്ഥകളാണ്. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പല ഭീതിതമായ അവസ്ഥകളുണ്ട്. അതേപോലെ തന്നെ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നീല വർണ്ണമുണ്ടാകുക എന്നുള്ളതുണ്ട്. അവർക്ക് മിണ്ടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്, മൂകത ഉണ്ട്. അതേപോലെ കേൾക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്, ബധിരത. അതേപോലെ തന്നെ അവർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്, അന്ധത. അതൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന പാപികൾക്കുള്ള പല അവസ്ഥകളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. അത് മേത്തായാലും മുഖത്തായാലും കണ്ണിലായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റവാളികൾക്ക് ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അവസരത്തിൽ ഒരു ദുരവസ്ഥയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്.